ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. പുതിയ വിഷയമായിട്ട് വന്നിരിക്കുന്നു. അതിലേക്ക് മാത്യുവച്ചനും ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വിഷയ അച്ഛൻ തന്നെ അവതരിപ്പിക്കും. ബീച്ചേട്ടാ, നമുക്കേ ചെറുപ്പത്തിൽ ഇഷ്ടമായിരുന്ന കാര്യങ്ങൾ അത് ഇപ്പോഴും ഇഷ്ടം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഇതാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്ക് ചെറുപ്പത്തിൽ ക്രിക്കറ്റ് ഇഷ്ടമായിരുന്നു. ബീച്ചേട്ടൻ ക്രിക്കറ്റ് ഇഷ്ടമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴത്തെ കാലത്തും ചെറുപ്പക്കാർക്കെന്നല്ല, ഒരുമാതിരിപ്പെട്ട ഇന്ത്യയിലെ എല്ലാവർക്കും തന്നെ ക്രിക്കറ്റ് വളരെയധികം ഇഷ്ടമാണെന്ന് നമുക്ക് ചിന്തിക്കാം അല്ലേ? കാരണം ഇന്ത്യയിൽ ഇത്രമാത്രം പോപ്പുലാരിറ്റി ഉള്ള മറ്റൊരു സ്പോർട്സ് ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ക്രിക്കറ്റ് മേഖലയിലേക്ക് ക്രൈസ്തവരിൽ നിന്ന് അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. വന്നവർ തന്നെ വളരെ വിരലിൽ എണ്ണാവുന്നവരെ ഇന്ത്യൻ ടീമിലേക്ക്. അപ്പോൾ ഈയിടെ നമ്മുടെ ക്രിക്കറ്റ് മേഖലയിൽ, അതായത് നമ്മുടെ എല്ലാവരുടെയും ചർച്ചാ വിഷയമായ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സഞ്ജു സാംസൺ. അദ്ദേഹത്തെ പലപ്പോഴും സെലക്ടർമാര് തഴഞ്ഞിടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. നല്ല കഴിവുള്ള പ്രതിഭാതനായ ഒരു കളിക്കാരനാണ്, പക്ഷെ തഴഞ്ഞിടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷെ ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ബാറ്റ് ചെയ്യുകയും, ശരിക്കും ഒരു അത്ഭുതം പോലെ, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ തോറ്റുപോയേനെ. അദ്ദേഹം ബാറ്റ് ചെയ്യുകയും ടീമിനെ വിജയത്തിൽ എത്തിക്കുകയും ചെയ്തു. ഒട്ടും തന്നെ സ്വാർത്ഥതയില്ലാതെ, എനിക്ക് സെഞ്ചുറി അടിക്കണമെന്നൊരു ആഗ്രഹം പോലും ഇല്ലാതെ ടീമിന് വേണ്ടി കളിച്ചു. പക്ഷെ അങ്ങനെ വിജയത്തിൽ എത്തിച്ചതിന് ശേഷം അദ്ദേഹം ഏതൊരു കാര്യവും കളിയും വിജയത്തിലെത്തുന്നവർ ചില സന്തോഷത്തിന്റെ പ്രകടനങ്ങൾ കാണിക്കുമല്ലോ. അതുപോലെ സഞ്ജു സാംസണും തികച്ചും വ്യത്യസ്തമായ, സാധാരണ അദ്ദേഹം കാണിക്കുന്നതിലും വ്യത്യസ്തമായ ഒരു പ്രകടനം അദ്ദേഹം കാണിച്ചു. ഒരു സന്തോഷ പ്രകടനം. അദ്ദേഹം അവിടെ മുട്ടുകുത്തി നിന്ന കരങ്ങള് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന ആ ഒരു സംഭവം, ഇത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നീട് ഞാൻ നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല ട്രോളുകളും ഇതിനെക്കുറിച്ച് കാണാനിടയായി. എന്താണ് ബീച്ചേട്ടന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഒരു വൈദ്യൻ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ക്രിക്കറ്റ് നിരൂപണം നടന്നിട്ട് ഭയങ്കര സന്തോഷം തോന്നി. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ കമന്റ് ബോക്സ് വരുമായിരിക്കും, അച്ഛന്മാർക്കും ബ്രദേഴ്സിനും ഒക്കെ ഇതാണോ ക്രിക്കറ്റ് അല്ലേ? എന്തായാലും അച്ഛൻ പറഞ്ഞതുപോലെ ഞാനൊരു 10ാം ക്ലാസ്സിന് ശേഷം 10 വർഷക്കാലങ്ങളിൽ ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഇടപെട്ടിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടമായിരുന്നു അങ്ങനെ. പിന്നെ ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ടുള്ള എനിക്കുള്ള ഒരു ആത്മവിശ്വാസം, സഭയുടെ പ്രബോധനം അനുസരിച്ച് ഒരു 2ാം വത്തിക്കാന് ശേഷമുള്ള ഒരു നിലപാടാണ് പ്രധാനമായിട്ടും. സ്പോർട്സ് ഒരു സുവിശേഷ പ്രഘോഷണ മേഖലയായിട്ട് സഭ തന്നെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് മറ്റവരെ യേശുവിലേക്ക് നയിക്കാവുന്ന ഒരു സുവിശേഷ പ്രഘോഷണ ഉപാധിയാണ് സ്പോർട്സ്. അത് പരിഗണിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രസക്തി, നമുക്ക് നമ്മുടെ ഈ സംസാരിക്കുന്ന പ്രസക്തി ശരിക്കും മനസ്സിലാകുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ ഈ കളി നടന്നത് ഞായറാഴ്ചയാണ്, ഇത് വലിയ നോമ്പുകാലമാണ്. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഈ കളി ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നൊരു സമ്മിശ്രമായൊരു ചിന്ത ഉണ്ടായിരുന്നു. കാരണം വലിയ നോമ്പ് കാലത്ത് നമ്മൾ തപസ് ചെയ്യേണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ വീട്ടിലേക്കാണെങ്കിൽ നമ്മൾ ഫോണെല്ലാം മാറ്റി വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രത്യേകമായി കളി വരുന്നതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. അപ്പോൾ അന്ന് എന്തോ ഒരു പ്രേരണ ശ്രദ്ധിക്കാമെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ ആ കളിയിൽ ആ സംഭവം ഇങ്ങനെ കാണുകയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞുള്ള ഭാഗങ്ങളൊക്കെ കണ്ടു. ലാസ്റ്റ് പോയി സംസാരിച്ചു കേട്ടോ. കാരണം ഇത് ഞായറാഴ്ച കണ്ടതുകൊണ്ടും സാപത്തിന് വിരുദ്ധമാണെന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട്, വലിയ നോമ്പായതുകൊണ്ട് അങ്ങനെ ആ കളി കണ്ടത് ഒരു പാവമാണെന്ന ചിന്തയിൽ ഞാൻ സംസാരിച്ചു. ഇപ്പം അച്ഛൻ പറഞ്ഞത് അങ്ങനെ പാവമായിട്ട് കണ്ട് നമ്മൾ മറ്റു ഉത്തരവാദിത്തങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് രീതിയിൽ അച്ഛൻ ഉപദേശം തന്നു. അതേക്കുറിച്ചൊരു എൻ്റെ അഭിപ്രായം എന്തെങ്കിലും ആട്ടെ. ചിലപ്പോൾ എനിക്ക് അത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരാം. അതേക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. എന്തായാലും ആ കളി കണ്ടപ്പോൾ എന്നെ സ്പർശിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അച്ഛൻ പറഞ്ഞു, ഞാനും കേട്ടേക്കുന്നത് ഇദ്ദേഹം നല്ലൊരു കളിക്കാരനായി, വയസ്സ് ഇപ്പം 30 കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പലരും ഇദ്ദേഹത്തിൻ്റെ പ്രതിഭ നമുക്ക് കളക്കാൻ പറ്റുകയില്ല. എങ്കിൽ പോലും ഒരുപക്ഷെ എനിക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോ സഞ്ജു സാംസൺ തന്നെ കാണാൻ ഇടയാകട്ടെ എന്ന് കൂടി ആണെന്ന് ആഗ്രഹം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കണം. അപ്പോൾ എന്തുകൊണ്ട് സഞ്ജു സാംസൺ തന്നെ ഒരുപക്ഷെ ആ സഹോദരൻ തന്നെ ചിലപ്പോഴിങ്ങനെ വിശകലനം ചെയ്യുന്നതാണ്, ആത്മവിശ്വാസം ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് ഞാൻ ഇത്രയും വർഷക്കാലം ഞാൻ ടീമിൽ ഇടം പിടിച്ചില്ല? ഞാൻ കണ്ടിട്ടില്ല. വല്ല എന്ന് പറഞ്ഞത് ഇദ്ദേഹം പണ്ട് സെഞ്ചുറി കളിച്ച് ഇങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം സെഞ്ചുറി അടിക്കുന്നതിനേക്കാൾ വലിയൊരു ഇന്നിങ്സ് ആണ് കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ചത്, ഉള്ള പെർഫെക്റ്റ് ആയിട്ടുള്ളത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത് ആ ഇന്നിങ്സ് അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായി തീർന്ന ഹെൽമെറ്റും ബാറ്റും വലിച്ചെറിഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഇതിനുവേണ്ടി സഹായിച്ച സാധനങ്ങളെ വലിയ കാര്യമായിട്ട് ഇങ്ങനെ എടുക്കുന്നതിന് പകരമായിട്ട് അത് വലിച്ചെറിഞ്ഞതൊരു എന്നാ അതിനോട് വെറുപ്പുന്നതിനേക്കാൾ ഉപരി അദ്ദേഹം ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം മുട്ടുമേ നിന്ന്. ഞാൻ ശ്രദ്ധിച്ച കാര്യം എൻ്റെ ഭാര്യ അതേക്കുറിച്ച് പറഞ്ഞു, വളരെ സാവധാനം എന്നെ സ്പർശിച്ചത്, വളരെ സാവധാനമാണ് അദ്ദേഹം കുരിശ് വരച്ചത്. മനസ്സിലായില്ല, ഇതിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞ് കാണിക്കുന്നവരല്ല, നോക്കുന്നവരാരാണെങ്കിലും നോക്കി നിൽക്കത്തക്ക രീതിയിൽ വളരെ ബോധ്യപൂർവ്വം ഒരു മിഷൻ പ്രവർത്തനം നടത്തിയ പോലെ ഉണ്ടായിരുന്നു കണ്ടു കഴിയുമ്പോൾ, കൈകളെ പിടിച്ചു. അപ്പോൾ തന്നെ 50 അടിച്ച സമയത്ത് അദ്ദേഹം ജസ്റ്റ് ഇങ്ങനെ കുരിശ് വരച്ചു. ഇതിന് കളിക്ക് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ പോയതിന് ശേഷം ശ്രദ്ധിച്ചു, അവിടെ പോയി മുട്ടുമേ എന്നുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കുരിശ് വരയ്ക്കുന്ന കാണാമായിരുന്നു. അപ്പം ഒരുപക്ഷെ കഴിഞ്ഞ അടുത്ത കാലങ്ങളിലൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് ഉണ്ടായ തോൽവിക്ക് ശേഷം ഒരുപക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ ഉപദേശിച്ച് കാണും, ദൈവത്തിൽ ആശ്രയിക്കാൻ പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ശരിക്കും ദൈവത്തിൽ ആശ്രയിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഫലമായിരിക്കണം ആ ഇന്നിങ്സ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പതിവ് ശൈലിയുള്ള എൻ്റെ ശക്തി കൊണ്ടല്ല ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണെന്നുള്ളത് ആ ഒരു പ്രകടിപ്പിക്കാൻ വേണ്ടി ആ കുരിശ് വരച്ച് കാണിച്ചത്. എന്തായാലും അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട ഇത് നമുക്ക് നൽകുന്ന ഒരു പാഠം മനസ്സിലാകുന്നതേ. അപ്പോൾ നമ്മൾ ശുശ്രൂഷകരാണ്, ഒരു ധ്യാനം നടത്തുന്നു, ധ്യാനം കഴിയുമ്പോൾ ആളുകൾ പങ്കെടുക്കുന്നത് നല്ല ധ്യാനം എന്ന് പറയുന്നു, ഇല്ല അഭിഷേകം കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ ഈ ധ്യാനത്തിന് ശേഷം പങ്കെടുക്കുന്നവർക്ക് ഇത് എൻ്റെ പെർഫോമൻസ് അല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലാണെന്ന് ധ്യാനഗുരു എന്ന രീതിയിൽ ബോധ്യപ്പെടുത്തി പറഞ്ഞേക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ ചിന്തിച്ചതിനെക്കുറിച്ച്. അതായത് സഞ്ജു സാംസനെ പണി നമ്മൾ മസിൽ പിടിച്ച് കാണിക്കുന്നതുള്ളൂ. എൻ്റെ പ്രാർത്ഥനയുടെയും എൻ്റെ പഠനത്തിൻ്റെയും എൻ്റെ ദീർഘമായ പരിശീലനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ശുശ്രൂഷ വിജയിച്ചെന്നുള്ള ഒരു ബോധ്യമാണ് അവർക്ക് ലഭിക്കുന്നത്. അതെയോ ഇത് എൻ്റെ മസിൽ പവർ കൊണ്ടല്ല, എൻ്റെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ധ്യാനഗുരുക്കന്മാർ തുടങ്ങി ഏത് മേഖലയിലുള്ള ക്രിസ്ത്യാനികൾക്കും വലിയ തങ്ങളുടെ വിജയങ്ങളിൽ തങ്ങളുടെ നന്മകളിൽ മാതൃകയാക്കാവുന്ന വലിയൊരു പെർഫോമൻസ് ആണ് സഞ്ജു സാംസൺ കാണിച്ചത്. എൻ്റെ ബിഗ് സല്യൂട്ട് അദ്ദേഹത്തിനുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് 50 കോടി അധികം പേരാണ്. ആദ്യം ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പം നമ്മളൊരു ധ്യാനം നടത്തി കഴിയുമ്പോൾ കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഏറ്റവും പ്രമുഖനായ ധ്യാനഗുരു ധ്യാനിപ്പിക്കുമ്പോൾ പോലും നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖന്മാരായ ധ്യാനഗുരുക്കന്മാർ ജീവിതകാലം മുഴുവൻ ധ്യാനിപ്പിച്ചതിൻ്റെ 100 ഇരട്ടി പേരെ ഒറ്റ ദിവസം കൊണ്ട് സഞ്ജു സാംസൺ എന്ന സഹോദരൻ ദൈവമഹത്വത്തെക്കുറിച്ച് ബോധവാന്മാരാക്കി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ പറയുന്നത്, കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിരുന്നു, സിനിമ അല്ലെങ്കിൽ സ്പോർട്സ് പോലെയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ഇത് വേണ്ടെന്ന് വെക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ പക്വതയോടെ ഇതിന് ഇടപെടണം. എന്നിട്ട് ഇതിനെ സുവിശേഷ പ്രഘോഷണ മാർഗമായി എങ്ങനെ ഉയർത്താമെന്ന് നമ്മൾ ചിന്തിക്കണം. സഞ്ജു സാംസൺ കൃത്യമായിട്ട് അത് ചെയ്തു. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ക്രിസ്ത്യാനികളായിട്ടുള്ള പല സെലിബ്രിറ്റികളുണ്ട് സിനിമാ മേഖലയിലൊക്കെ. അവരൊക്കെ സൂപ്പർ സ്റ്റാർ ഒന്നും ആകാൻ നിൽക്കുകയാണ്. സഞ്ജു സാംസൺ സൂപ്പർ സ്റ്റാർ ആയത് എങ്ങനെയാണെന്ന് അവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ മിക്കവാറും അവർക്ക് സൂപ്പർ സ്റ്റാർ ആകാമായിരിക്കും. അവരും ക്രിസ്ത്യാനികളുടെ പേര് വഹിച്ചിട്ടും ഈശോയെ മഹത്വപ്പെടുത്താൻ ഒരു അവസരം അവർ കണ്ടെത്താതെ, ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയാണ് ചെയ്തതെന്ന് അവരങ്ങനെ സമ്മതിക്കാതെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം കഴിവിലൊക്കെ ആയിട്ട്. അപ്പോൾ സഞ്ജു സാംസണ് പറ്റിയ ആ ഒരു അബദ്ധം അദ്ദേഹം തിരുത്തിയതുപോലെ കൃത്യം എനിക്കറിഞ്ഞുകൂടാ, അദ്ദേഹം ചെയ്ത് ഞാൻ പറയരുത്. സഞ്ജു സാംസൺ ഇപ്പോൾ അംഗീകരിച്ചതുപോലെ ദൈവമാണ് ഇത് ഞങ്ങളിൽ കൂടി ചെയ്യുന്നത് എന്നുള്ള അത് പരിശുദ്ധ ത്രിത്വത്തെയാണ് അദ്ദേഹം ബന്ധപ്പെടുത്തിയത്, അല്ലേ? അതെ. ആ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ പരിശുദ്ധ ത്രിത്വ വിശ്വാസമാണ് അദ്ദേഹം വളരെ ബോധ്യപൂർവ്വം പ്രകടമാക്കിയത്. അപ്പം ഇത് കേരളത്തിലൊക്കെയുള്ള ക്രിസ്ത്യൻ സെലിബ്രിറ്റികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. നിങ്ങളിപ്പം വലിയധികം ഉയരാൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെഗാസ്റ്റാറിനേക്കാളും സൂപ്പർ സ്റ്റാറിനേക്കാൾ മുകളിൽ കയറാം, ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ. നിങ്ങളും ഇന്ന് ഈശോയെ മഹത്വപ്പെടുത്തി തുടങ്ങുക. പിന്നെ ഈ സംഭവത്തിൽ എനിക്ക് ലഭിച്ച വലിയൊരു പാഠം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവർക്കും ഒരു വലിയ പാഠമാണ്. ഈ സഞ്ജു സാംസൺ പ്രകാരം ഒരു പെർഫോമൻസ് കാണിച്ചതിന് ശേഷം നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ എങ്ങനെയാണ്, നല്ല മനുഷ്യർക്ക് എന്തെങ്കിലും നന്മ വരും. നീണ്ട ഒരു 20ാമത്തെ വയസ്സ് കളി ആരംഭിച്ച് 12 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഈ ഒരു വലിയ ഒരു ഗ്ലോറി കിട്ടാൻ വേണ്ടി ഒരുപക്ഷെ നിങ്ങൾ ഇത് കേൾക്കുന്ന ശുശ്രൂഷകരായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ച് പോകുന്നവരായിരിക്കും. ഇത്രയും കാലമായിട്ടും ഒരു വിജയവുമില്ല, കാര്യമായിട്ടൊരു മെച്ചവുമില്ല.
വൈഫ് മറ്റേ പറഞ്ഞത് ഈ ലോകകപ്പിന് ശേഷം റിട്ടയർ ചെയ്യാതിരിക്കാന്ന് പറഞ്ഞു സഞ്ജു സാംസൺ. വൈഫ് പറഞ്ഞ ആളാണ്, ഇനി റിട്ടയർ ചെയ്യത്തില്ല, അപ്പോൾ ഒരു രക്ഷയില്ലാന്ന രീതിയിൽ. പക്ഷെ നോക്കൂ, ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിന് ഒറ്റ നിമിഷം മതി. സഞ്ജു സാംസന് ഇത്രയും കാലം അല്ലെങ്കിൽ ലഭിക്കാതിരുന്ന എല്ലാ മഹത്വവും ഒറ്റ ദിവസം കൊണ്ട് ലഭിച്ചു. ടീമിലുള്ള പല സൂപ്പർ സ്റ്റാറുകളുടെ മുകളിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം. അപ്പോൾ നമ്മൾ ഒരു വലിയ പ്രത്യാശയുള്ളൊരു ഹൃദയം നമുക്ക് സൂക്ഷിക്കാനുള്ള നല്ലൊരു സംഭവം കൂടിയാണിത്. എന്നെയൊക്കെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് പ്രത്യാശപ്പെടുത്തി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിൽ ദൈവം നമുക്കൊരു ദിവസം വെച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ തന്നെ. അപ്പം നമ്മൾ അത്രയും കാലം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെയൊക്കെ ഇപ്പോൾ 100 ഇരട്ടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസം കട്ടാൻ നമുക്ക് വേണ്ടി നൽകും. അതുകൊണ്ട് പ്രത്യാശയുടെ ഒരു സന്ദേശം കൂടി എൻ്റെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചിന്തകളാണ് എനിക്കിപ്പം പ്രത്യേകം പറയാൻ വേണ്ടി തോന്നുന്നത്. ഇനി അച്ഛന് ഉള്ള പ്രേരണകൾ അച്ഛനെ പറഞ്ഞുകൊള്ളു. ഞാൻ ഇതിനകത്ത് വേറൊരു ചിന്തയും കൂടെ തരാൻ ആഗ്രഹിക്കുകയാണ്. ചിന്തയെന്ന് പറയുന്നത് ഇതാണ്: സഞ്ജു സാംസൺ ആ കളി കളിച്ചിട്ട് ഇന്ത്യയെ സെമിയിൽ എത്തിച്ചതേ ഉള്ളൂ. ഇന്ന് സെമിയുണ്ട്, നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം സെമിയുണ്ട്, അതിനുശേഷം ജയിക്കുകയാണെങ്കിൽ ഫൈനലും ഉണ്ട്. ഈ 2 കളികളിലും സഞ്ജു സാംസൺ പരാജയപ്പെടുകയാണെങ്കിലും അപ്പോൾ ദൈവത്തിൻ്റെ ആ മഹത്വത്തിന് കുറവ് വരുമോ? നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ആൾക്കാരുണ്ട്. ക്രിസ്തീയ വിശ്വാസം തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പൂർത്തിയാക്കിയില്ല. കാരണം സഞ്ജു സാംസൺ ഈ കഴിഞ്ഞ കളിയിൽ മാത്രമാണോ ദൈവത്തെ മഹത്വപ്പെടുന്ന തുടങ്ങി നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു വിജയത്തിന് ശേഷം അദ്ദേഹം ഇപ്രകാരം കാണിക്കുന്ന ആദ്യമായിട്ടാണ് കണ്ടത്, ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് തോൽവി വിജയമൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. അപ്പോൾ ഞാൻ ഇതേക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ ഉപസ്ഥാനിക്കാൻ പോയപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞൊരു ഉപദേശം, നിങ്ങൾ കളി കണ്ടു, അന്നത്തെ ദിവസം കളി തോറ്റുപോയിരുന്നെങ്കിൽ എന്നാ ചെയ്തത്? നിങ്ങൾ തോറ്റുപോയി കഴിഞ്ഞാൽ മനസ്സ് വല്ല ബാലൻസ് നിർത്താൻ നിങ്ങൾക്ക് പറ്റണം. കളി കണ്ടതല്ല വിഷയം, കളി കാണുന്നതല്ല വിഷയം. സമയം ഒത്തിരി കളയരുത്. 2 സമയം കളി കണ്ടതിന് ശേഷവും തോൽവിയാണെങ്കിൽ പോലും ബാലൻസ്ഡ് ആയിട്ട് മനസ്സ് നിർത്താൻ വേണ്ടി കഴിയണം. അപ്പോൾ സഞ്ജു സാംസണും സാധിക്കേണ്ടതാണ്, അദ്ദേഹത്തെ ഫോളോ ചെയ്തെടുക്കാൻ സാധിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതിനകത്ത് വരുന്നൊരു കാര്യമാണ് ഇങ്ങനെയുള്ള വിജയങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സഞ്ജു സാംസണ് 0 ഔട്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും മുട്ടുകുത്തിരുന്ന് പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിന് സ്തുതി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരവസ്ഥ കൂടി അത് അവിടെ നിന്ന് ചെയ്തില്ലെങ്കിൽ പോലും ഡ്രസ്സിംഗ് റൂമിൽ ചെന്നതിന് ശേഷം ദൈവം ഇന്ന് ഞാൻ നന്നായിട്ട് കളിക്കാൻ ശ്രമിച്ചു, ദൈവം ഇന്ന് അനുവദിച്ച ഇതാണെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആത്മീയ വിജയം. അതുകൊണ്ട് ഈ ഒരു വിജയത്തിലും പരാജയത്തിലുമല്ല ദൈവത്തിൻ്റെ ഇടപെടൽ അടങ്ങിയിരിക്കുന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസം. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ 0 ഔട്ടാകാം, വേണമെങ്കിൽ ഇന്നും ഇത് ആവർത്തിക്കാം, സെമിയിലും ആവർത്തിക്കാം. അപ്പോൾ അന്ന് ഈ കളി തുടങ്ങിയപ്പോൾ തന്നെ ഞാനന്ന് ഭാര്യയോട് പറഞ്ഞു, ഇന്ന് എന്തൊരു പ്രണയം, ഇന്ന് സഞ്ജു സാംസൺ ദിവസം എന്ന് പറഞ്ഞു. ഭാര്യ കളി കഴിഞ്ഞ് പറഞ്ഞത് പറഞ്ഞോളെ സംഭവിച്ചല്ലോ എന്നിങ്ങനെ പറഞ്ഞേ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാ ദിവസവും പറഞ്ഞിട്ടില്ല, പിന്നിപ്പോൾ കളി കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അന്ന് എനിക്കിങ്ങനെ പറയാൻ വേണ്ടി തോന്നി. ആ രീതിയിലേ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും ചിലപ്പോൾ ദൈവം അന്ന് അനുവദിച്ച പ്രത്യേക ദിവസമായിരിക്കും അത്. ദൈവത്തെ സംബന്ധിച്ചത് എല്ലാ അടയാളങ്ങളാണല്ലോ. ഇപ്പം നമ്മൾ കളിയെക്കുറിച്ചാണോ സംസാരിച്ചത്? കളിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിച്ചത് ആത്മീയ സത്യങ്ങളല്ലേ? അതെ. അപ്പം അത്രയൊക്കെ ദൈവം ഉദ്ദേശിച്ചാണുള്ളൂ. സഞ്ജു സാംസൺ എന്ന വ്യക്തിയുടെ ഈ സംഭവത്തിലൂടെ ഒരു സുവിശേഷ പ്രഘോഷണമാണ് ദൈവം ഉദ്ദേശിച്ചത്. അത് യഥാർത്ഥത്തിൽ പൂർത്തിയായിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ പെട്ടെന്ന് ഓർക്കുന്നത്, വൈഫ് പറഞ്ഞു കേട്ടി, ഏതോ ഒരു ഇസ്ലാം സഹോദരൻ സഞ്ജു സാംസനെ കുറിച്ച് തന്നെ 7-8 വീഡിയോ എന്ന് പറഞ്ഞു. ഞാനത് മലപ്പുറം പറഞ്ഞതാണ്. ഒരു അന്യമത വിശ്വാസിയായ ഒരു വ്യക്തി സഞ്ജു സാംസനെ കുറിച്ച് 8 വീഡിയോ തുടരെ ചെയ്തു. അപ്പോൾ ഞാൻ ഉടനെ അദ്ദേഹത്തെ പറഞ്ഞത്, ഈശോ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാൻ ഏറ്റു പറയും. അപ്പോൾ സഞ്ജു സാംസൺ പരസ്യമായിട്ട് ഈശോയെ മഹത്വപ്പെടുത്തിയത് കൊണ്ട് ഈശോ തിരിച്ച് മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളങ്ങളാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ പറഞ്ഞു കേട്ടു, ഫേസ്ബുക്ക് യൂട്യൂബ് മുഴുവൻ സഞ്ജു സാംസണുകളായിരുന്നു. അന്ന് ആ കളിയുടെ സമയത്ത് തന്നെ 50 കോടിയിൽ പേര് അന്ന് തന്നെ കണ്ടു. പിന്നീട് അതിനുശേഷം എത്രയോ പ്രാവശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ അതിനുശേഷം പിന്നീട് വീഡിയോ വഴിയായിട്ടൊക്കെ ഈ സംഭവം കുരിശ് വരയ്ക്കുന്നതൊക്കെ കണ്ടു ആ രീതിയിൽ. അപ്പം എന്തായാലും ദൈവം തന്നെ തന്നെ സ്നേഹിക്കുന്നവരെ മഹത്വപ്പെടുത്താൻ വേണ്ടി ചെയ്ത വലിയ പ്രവൃത്തി കൂടിയായിട്ട് അതിനെ അനുവദിച്ചു എന്നുള്ളതാണ് മറ്റു പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം സഞ്ജു സാംസണിലൂടെ മഹത്വമെടുത്തു. ഇന്നത്തെ കളിയിലും ഇനി തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിലും ദൈവം മഹത്വം എടുക്കട്ടെ. എപ്പോഴും ദൈവഹിതപ്രകാരം നന്നായി കളിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഒപ്പം നമ്മുടെ ഇന്ത്യയും വിജയിക്കട്ടെ എന്ന്
അല്ലേ? നമുക്ക് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ദേശസ്നേഹത്തെ സംസാരിക്കാനുണ്ട് അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഈ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടിയ ആത്മീയ സന്ദേശം നമുക്കും സ്വീകരിക്കാം. നമുക്കും വലിയ വിജയങ്ങൾ തരുമ്പോൾ, നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും, പഠനത്തിന്റെ മേഖലയിലാണെങ്കിലും ജോലിയുടെ മേഖലയിലാണെങ്കിലും വിജയം തരുമ്പോൾ അത് കൂട്ടുകാരുടെ കൂടെ ഭൗതികമായി ആഘോഷിക്കുന്നതിനോടൊപ്പം അതിനേക്കാളും ഉപരിയായി ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു അവസരമായി ഇവിടെ കാണുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ.